അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട്, ജോലി, വിവാഹം, വെളിച്ചം, വഴികൾ, വെള്ളം, ഇങ്ങനെ ഒരു അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ. അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്താവെ പരസ്പരം വഴക്കിടുന്നവരുണ്ട്. ഞാൻ അന്നേ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിലിടരുത്. കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളും കർത്താവ് ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിന് ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവിൻ്റെ ശക്തി സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതായത് നമ്മളെ ഈ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുന്നത് ഒരു ശാന്തമഹാസമുദ്രം പോലെയാണ്. അതേപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രവും. സ്വർഗസ്ഥനായ പിതാവിൽ അറ്റ്ലാന്റിക് സമുദ്രം, ദൈവാനുഭവത്തിൻ്റെ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, ശാന്തമഹാസമുദ്രമുണ്ട്. അതാണ് എനിക്ക് കുഴപ്പം തോന്നിയിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമാണ്. കാര്യം നമുക്ക് എത്ര ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ രൂപഭാവങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും നമ്മളെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ. എനിക്കാണത് അഭിഷേകം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥന. ഇപ്പം ഞങ്ങളുടെ സമയത്തൊക്കെ പറയുമ്പോൾ ഭയങ്കര കോമഡിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ആൾക്കാർക്ക് പുല്ലുവായും കെട്ടി
രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും മുറിയിൽ പോയി എന്നിട്ട് വായു വലിച്ചു വിടാം, തിരിച്ചു വിടും. അപ്പം ഇതൊക്കെ ആരോ പ്രാർത്ഥനയാണെന്ന് ഇവർ തലക്കയറ്റിയിരിക്കണ കാരണം അവർ അതാണ് പ്രാർത്ഥന. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു അത് ചെല്ലാനുള്ള ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കേണ്ട ആൾക്കാരെ വണ്ടി ഓടിക്കണല്ലേ, വണ്ടി ഓടിക്കണ എല്ലാവരും ലൈസൻസ് ഉള്ളവരാണ്. പിള്ളേരൊക്കെ വണ്ടി ഓടിക്കണല്ലേ. സ്വർഗസ്ഥനായ പിതാവിലെ ആൾക്കാർ ചെല്ലണ ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കലാണ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഞാൻ നിന്നെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ അനുഗ്രഹിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ അഭിഷേകം വരും. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവ പൈതൽ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനോട് ലൈസൻസ് ചോദിക്കണം. അല്ല ആ പ്രാർത്ഥന കാണാൻ പഠിച്ചെന്ന് പറഞ്ഞ് ലൈസൻസ് കിട്ടണമെന്നില്ല. വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നീ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലായപ്പോൾ നമുക്ക് ദൈവപിതാവിൻ്റെ അടുത്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ ത്രില്ല് എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ ത്രില്ല് എന്താണ്? പാപമില്ലാതെ ഒരു ദിവസം ജീവിക്കാനാണ് ത്രില്ല്. ഈ ലോകത്തെ ഏറ്റവും വലിയ ത്രില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാതെ എന്നാൽ പുണ്യത്തോടു കൂടി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണ് ത്രില്ലെന്ന് പറയുന്നത്. ചാലഞ്ചാണ്. ലോകത്തോടും ശരീരത്തോടും പിശാചിനോടും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നിസ്സാര കാര്യം വരുവാണ്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കാര്യം. ഇപ്പം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയണില്ലേ? അപ്പോൾ എന്താണ്, അതായത് കർത്താവ് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന്. അതാരാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയുന്നത്? ആരോടാണ്? നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു, പരപിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പിതാവും ഈശോ ഒന്നായതുകൊണ്ട് ആ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ഈശോയോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സ്വർഗസ്ഥനായ പിതാവിനോട് ഈശോ പറയാതെ പറഞ്ഞു വെക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളിനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കർത്താവ് ഇന്ന് ഞാനൊരു പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദൈവപൈതൽ ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത തരാനുള്ള ആളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ആ തരാനുള്ള ആൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ സീരിയസ് ആയിട്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് അത് പറയണമെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ക്രമേണ പ്രലോഭനങ്ങളുടെ മേലെ നമുക്ക് വിജയം വരിക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് വലിയ പ്രശ്നമാണെന്ന് പാപരഹിതമായി പുണ്യത്തിൽ ജീവിക്കുന്നത്. അത്രയ്ക്ക് വലിയ പ്രശ്നമല്ല. നമുക്കൊരു കൃപ കിട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ കൃപ തരാൻ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടാണ് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ പ്രലോഭനം മാത്രമല്ല, അങ്ങയുടെ നാമം പൂജിതമാകണമെന്നുള്ളതും നമ്മൾ ജീവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നാം പൂജിതമാകുന്നുണ്ടു എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ആ പ്രാർത്ഥന വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നു വേണ്ട ആഹാരത്തിന് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഗവൺമെൻറ് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷാ ബില്ല് പാസ്സായെന്നൊക്കെ പറയല്ലേ, അത് സ്വർഗം പാസ്സാക്കിയിരിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ ബില്ലാണത്. എന്താണത്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അത് സത്യസന്ധമായിട്ട് ആ പ്രാർത്ഥന ഒരു മനുഷ്യന് ചെല്ലാനുള്ള ലൈസൻസ് ദൈവസ്നേഹം കിട്ടിയ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന ചെല്ലണമെങ്കിൽ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം വേണം. അത് കിട്ടിയാൽ ലൈസൻസായി. പ്രാർത്ഥന ചെല്ലണമെങ്കിൽ എന്തൊക്കെ വേണം? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ മൂന്ന് കാര്യം ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ചൊല്ലാനുള്ള ലൈസൻസായി. ആ ലൈസൻസോട് കൂടി, വിശ്വാസത്തോടു കൂടി, പ്രത്യാശയോടുകൂടി, ദൈവസ്നേഹത്തോടു കൂടി ആണ് നമ്മൾ ദൈവത്തോട് പറയുകയാണ് അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ തരാനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അത് പ്രാർത്ഥനയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തരേണ്ടത് ദൈവമാണ്, ആ പ്രാർത്ഥന തന്നിരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ എന്ത് എളുപ്പമായെന്ന് നോക്കി. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ പകൽ പോലെ വെളിച്ചത്തോടാണ് ഉടമ്പടി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൻ്റെ അടുത്ത് പിന്നെ ഉടായ്പ കാണിക്കരുത്. അപ്പോൾ നിങ്ങൾ ഫ്രോഡായിട്ട് ബ്രാൻഡഡ് ആവും. ഇത്രയും സത്യസന്ധമായിട്ട് ദൈവം ചെയ്യുമ്പോൾ നമ്മൾ അതിനേക്കാൾ സത്യമായിട്ട് ആണ് ശുശ്രൂഷ ഏർപ്പെടുന്നത്. അല്ലാതെ നിങ്ങളതിങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പപ്പായെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, മമ്മിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും, ഞാനെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എങ്ങനെയെങ്കിലും പകർത്ത് കൊടുക്കാൻ പറ്റുമോ, പകർച്ച കൊടുക്കാൻ പറ്റുമോ? സുവിശേഷ വേലയെ ദൈവസ്നേഹം ഇല്ലാത്തപ്പോഴാണ്
നമുക്കിതുപോലെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ അസസ്മെൻ്റ് എന്താണ്? 5:42 എടുത്ത് യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. യോഹന്നാൻ 5:42. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. ഒന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയാം. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കേട്ടാൽ തീർന്ന പരിപാടി. നമ്മുടെ പരിപാടി പൊട്ടി. എന്താ ഇത്? ദൈവത്തിൽ നിന്ന് നിങ്ങളെക്കുറിച്ചൊരു അസസ്മെൻറ്റ് കിട്ടാൽ ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. വേറെ ഒന്നും പറഞ്ഞില്ലേ. നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, ആനെ പോലും ദൈവം പറയത്തില്ല. പക്ഷെ ദൈവം പറയുന്നത് എന്താണ്? ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. ദൈവം നമ്മൾ അസസ് ചെയ്യണം. അങ്ങനെയാണ്. നിങ്ങൾ ഈ ഉടമ്പടി സാമട്ടിലെ വാദപ്പനിക്കാരെ പോലെ ഈ പനി വന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കണം മടുപ്പായിട്ട് കഴിക്കത്തില്ലേ പനി വന്ന ആൾക്കാർ? അതുപോലെ നിങ്ങൾ മടുപ്പായിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പനിയാണ്, ആത്മാവിന് പനിയാണ്. അത് ക്ലിയർ അല്ലേ? പനി വന്നിരുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കണം മടുത്തല്ലേ? അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, രോഗികളെ പോയി കാണണം. അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ സുവിശേഷ പ്രവർത്തനങ്ങൾ. ചില ആൾക്കാർ യൂട്യൂബിൽ സുവിശേഷം കാണും, പക്ഷേ ഷെയർ ചെയ്യത്തില്ല. അകപ്പാടെ ഈ ഒരു വിരൽ കൊണ്ടൊന്ന് നിൽക്കിയാൽ മതി, ചെയ്യത്തില്ല. അത് ചെയ്യാത്ത എന്താണ്? അവർക്ക് ചെയ്യാൻ കഴിയാഞ്ഞിട്ടല്ല. ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹമില്ല. എന്തുകൊണ്ടാണ് യൂട്യൂബ് നിങ്ങൾ ഷെയർ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് അത് നോക്കാത്തത്? എന്തുകൊണ്ടാണ് സാക്ഷ്യം ഷെയർ ചെയ്യാത്തത്? കർത്താവിന് മറ്റുള്ളവർ അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നീ ആഗ്രഹിക്കാത്തത്? ഈശ്വരനെ മറ്റുള്ളവർ അറിയണമെന്ന് നീ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? ഐ നോ യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. എനിക്ക് നിന്നെ അറിയാം. 5:42 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ടേക്ക് യോഹന്നാൻ 5:42. ഏറ്റു പറഞ്ഞ യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. എൻ്റെ മക്കളെ, ഈ സുവിശേഷ വേലയുടെ തീ എന്ന് പറയണത് ദൈവസ്നേഹമാണ്. അപ്പോൾ ഇതിനില്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റണത്? ഇതില്ല. ചില സമയത്ത് വിശ്വാസം ഇല്ലാതെ വരും. ഇപ്പം ദൈവത്തിൻ്റെ സ്വഭാവം അറിയാവില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് എമ്പ്രാൻകുടിയാണെന്ന് പറഞ്ഞാലും വിശ്വാസം ഇല്ലെന്ന് തന്നെ ദൈവം പറയും. അതിപ്പോൾ ബിഷപ്പായാലും പോപ്പായാലും സ്നാപയോഹന്നാനോട് പോലും പറഞ്ഞില്ലേ എനിക്ക് വിശ്വാസം ഇല്ലെന്ന്? സ്നാപയോഹന്നാനോട് പോലും ദൈവം ഈശോ പറഞ്ഞ് യു ഹാവ് നോ ഫെയ്ത്ത് എന്ന് പറഞ്ഞ്. ബൈബിൾ അത് മറച്ചു വെച്ചിരിക്കണത്. ബൈബിളിൽ ഇത് ഒക്കൾട്ട് വേടെന്ന് പറയും. നിഗൂഢ ഭജനമായിട്ട് സ്നാപയോഹന്നാനോട് ഈശോ പറഞ്ഞു യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ? അത് ബൈബിൾ അതെങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. കാര്യം എന്താ? ഈ സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരാണല്ലോ ഈ സംഭവം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരത് ടാക്ടിക്സിലായിട്ടൊരു ഒക്കൽട്ടാക്കി കളഞ്ഞിരിക്കുകയാണ്. എന്താ ഈശോ പറഞ്ഞത്? നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്ത് ആടുന്ന ഞാൻകിണയോ? പിന്നെ നിങ്ങൾ എന്ത് കാണാൻ പോയി? അപ്പോഴ് മൃദുല വസ്ത്രം ധരിച്ചവരെയോ? അവർ രാജകൊട്ടാരങ്ങളിലാണ് താമസിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്ത് കാണാൻ പോയി? പ്രവാചകനെയോ? ഞാൻ പറയുന്നു പ്രവാചകനേക്കാൾ വലിയവനെന്നാണ്. പ്രവാചകനേക്കാൾ വലിയവനെന്ന് പറയുമ്പോഴും അടുത്ത വചനമുണ്ട്. 11:11 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 11:11. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഇത് എന്താ സംഭവം? കേൾക്കുമ്പോൾ നമ്മൾ അവർക്ക് ഭയങ്കര സൂപ്പർ പോസിറ്റീവ് ആണെന്ന്. ഇത് ബ്ലാക്ക് നെഗറ്റീവ് ആണ്. ഈ വേർഡ് ഓഫ് ഗോഡ് ബ്ലാക്ക് നെഗറ്റീവ് ആണ്. എന്നിട്ട് സ്നാപയോഹന്നാനെ കുറിച്ച് എന്താ കമൻറ്റ് ചെയ്തിരിക്കണം ഈശോ? ഇത് എപ്പോഴാണ് ഈ കമൻറ്റ്സ് വരണത്? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ പറഞ്ഞേ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. അപ്പൊ എവിടെയാണ് ഇത് ഈശോ ഈ കണക്ട് ചെയ്യണത്? ദൈവരാജ്യത്ത്. 11:11 ഒന്നൊരു വായിച്ചേ. മത്തായി 11:11. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനില്ലേ, അവൻ ആരാണ്? അവൻ സ്നാപയോഹന്നാനേക്കാൾ വലിയവനാണ്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിലെ ചെറിയവൻ ആരാണ്? ഇങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ ചെറിയവൻ ആരാണ്? വിശ്വസിക്കുക വഴിയാണ് ദൈവരാജ്യത്തിൽ ഒരാൾ പ്രവേശിക്കുന്നത്.
മർക്കോസിന്റെ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനാണ് ദൈവരാജ്യത്തിലെ അംഗം. ഏറ്റവും ചെറിയവനെന്ന് പറയുന്ന ബേസിക് മെമ്പർ. ദൈവരാജ്യത്തിലെ ബേസിക് മെമ്പർ ആരാണ്? അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനാണ്. ഈ ബേസിക് മെമ്പറിനേക്കാൾ ചെറിയവനാണ് യോഹന്നാൻ എന്ന് പറയുമ്പോഴേ അക്ക് ഫെയ്ത്തിലെന്നല്ല പറയണത്. അതല്ലേ പ്രശ്നം. അതായത് മർക്കോസിൻ്റെ 1:15 അനുസരിച്ച് അനുതപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുന്നവരാണ് ദൈവരാജ്യത്തിലെ ബേസിക് മെമ്പർ. ഈ ബേസിക് മെമ്പറിനേക്കാൾ ചെറിയവനാണ് സ്നാപക യോഹന്നാനെന്ന് മത്തായി 11:11 പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്നാപക യോഹന്നാന് സാധാരണ മനുഷ്യരെക്കാൾ വിശ്വാസം കുറവാണെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വരാതിരിക്കുന്നവൻ നീയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ്. വരാതിരിക്കുന്നവൻ നീയാണോ, അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ? അല്ലേ? ആ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പറ്റാത്തതായിരുന്നു. ഞാനാണ് ആ കാലത്ത് ക്രിസ്തുവായിരുന്നെങ്കിൽ സ്നാപക യോഹന്നാൻ്റെ ചാപ്റ്റർ എടുത്ത് മാറ്റിക്കളഞ്ഞാണ്. എന്താ കാര്യം? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ 1:29 പറഞ്ഞ ആളാണെങ്കിൽ ആരാണ്? യോഹന്നാൻ 1:29 എടുത്ത് ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ഒരു കാലത്ത് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ ആളാണ്. എന്താന്ന് പറഞ്ഞു? ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഈ ആളാണ് ജയിലിൽ കിടന്നപ്പോൾ കട്ടയമ്പടവും മാറിയത്. ജയിലിൽ ഇപ്പോൾ ഹെറോദീസ് പിടിച്ച് ജയിലിട്ടില്ലേ? ആ മുട്ടകടി കൊണ്ട് ഭക്ഷണ സമയത്ത് കിട്ടിയില്ലല്ലോ. മുട്ടകടി കൊള്ളുമ്പോഴും ഭക്ഷണ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നിനക്കെന്ത് വിശ്വാസമുണ്ട്? അതാണ് വിശ്വാസം എന്ന് പറയണത്. അല്ലാതെ 3 സമയത്ത് ആഹാരം കഴിച്ച് നിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുമ്പോൾ നീ യേശു ആനകൂനെ യേശുവ സ്വസ്ഥം എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് പറയും ഇത് സൂത്രമാണെന്ന് പറയും. എന്താണ്? നിന്നെ തൊട്ട് കഴിയുമ്പോൾ നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്തും. എൻ്റെ ദൈവ പൈതലേ, ഐ നോ യു ഹാവ് നോ ഫെയ്ത്ത് ഓഫ് ഗോഡ്, യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. എനിക്ക് നിങ്ങളെ അറിയാം. അപ്പോൾ 4:12 യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ യോഹന്നാനെക്കുറിച്ച് പറയണത്. ഐ നോ യു, യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ. നിനക്ക് വിശ്വാസമില്ല. അത് യോഹന്നാൻ്റെ മുഖത്ത് നോക്കിപ്പോലും അങ്ങനെ പറഞ്ഞെങ്കിലേ നമുക്കൊരു വിശ്വാസരാഹിത്യം നമ്മൾ കാണിച്ചാൽ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ശുഷ്കാന്തി കുറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വിരൽ നമ്മുടെ നേരെ ചൂണ്ടും. ഐ നോ യു, യു ഹാവ് നോ ഫെയ്ത്ത് അറ്റ് ഓൾ. നിനക്ക് വിശ്വാസമില്ല. ഐ നോ യു, യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. നിനക്ക് ദൈവസ്നേഹമില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, യോഹന്നാന്റെ മാന്താനയുടെ മേലും ജനക്കൂട്ടത്തിന്റെ മേലും ചൂണ്ടി അങ്ങയുടെ കൈകള് ചൂണ്ടാതിരിക്കാൻ എന്നെ ദൈവസ്നേഹത്താലും വിശ്വാസത്താലും അഭിഷേകം ചെയ്തുകൊണ്ട് തീഷ്ണതയോടെ ചൂടുള്ള സാക്ഷിയായി ലോകത്തിന് കൈമാറാൻ അപ്പോസ്തലന്മാരെ പോലെ എന്നെ അഭിഷേകം ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്ത് നിങ്ങൾ ചെയ്യുന്നു എന്നല്ല. ചില ആൾക്കാർ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ എല്ലാം ചെയ്ത് കളയും. 2-3 ദിവസത്തിനുള്ളിൽ ഇതിന് ഉടമ്പടിയുടെ എല്ലാ പരിപാടിയും ചെയ്ത് മാറ്റും. അത് യാന്ത്രികമായിട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്താ കാര്യം? ആ ഉത്തരവാദിത്തം കഴിഞ്ഞല്ല. ആ ഉത്തരവാദിത്തം കഴിഞ്ഞ് വെക്കാൻ. ഉടമ്പടി ഉത്തരവാദിത്തം എന്ന് പറയണത് ദൈവസ്നേഹത്താലാണ് നീ ചെയ്യണമെന്ന് ആദ്യം ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം. ദൈവസ്നേഹത്തിലാണോ ചെയ്യണത്? ദൈവവിശ്വാസത്തിലാണോ ചെയ്യണത്? കാര്യം എന്താ വെച്ചാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ യു വിൽ ബി ബ്രാൻഡഡ് ആസ് ആൻ അൺബിലീവർ. കർത്താവിൻ്റെ ഒരു രീതി എന്ന് പറയണത് നിങ്ങൾ എന്താണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഈശോ അത് പറഞ്ഞിരിക്കും. 2000 കൊല്ലം കഴിഞ്ഞാലും പറയും. നിങ്ങൾ എന്താണ് അതെന്താണെന്നുള്ളത് ഈശോ പറയും. ഈശോയുടെ ഒരു രീതി അതാണ്. ദൈവം സത്യമായതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അയ്യോ നമ്മുടെ ആളാണല്ലോ, കുറേ നാൾ നമ്മളെ ദൈവം എന്നെ വിളിച്ച് നടന്നതല്ലേ, അപ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്തേക്കാനോ. യാക്കോബിനോട് കാണിക്കാത്ത കോംപ്രമൈസ് ദൈവം നമ്മളോട് കാണിക്കുക ഇല്ലേ? യാക്കോബിനെ നാഥാനിയേൽ എന്താ ഒരു, അതായത് 1:47 യോഹന്നാൻ 1:47
യോഹന്നാൻ 1:47 ശ്രുതികടെ യോഹന്നാൻ 1:47 യോഹന്നാൻ 1:47 നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പം നാഥാനിയനോട് പറയണേ, നാഥാനെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. എന്തുകൊണ്ടാണ് നാഥാനിയൻ ആ ബ്രാൻഡ് ചെയ്തത്? അവൻ നിഷ്കളങ്കനാണെന്ന് പറയാൻ കാര്യം എന്താണ്? കളങ്കിതനായ ഒരു ഇസ്രായേൽക്കാരൻ ഉണ്ടായിരുന്നു. ആരാണ്? യാക്കോബ്. യാക്കോബ് കളങ്കിതനായിരുന്നു. എന്താ കാര്യം? കപടം കാണിച്ചിട്ടാണ്. കളങ്കിതനാണെങ്കിൽ നീയെങ്കിലും അങ്ങനെ ബ്രാൻഡായി കഴിഞ്ഞാൽ ഇപ്പം ഈ കഥ കർത്താവ് നാഥാനിയനെ കാണുന്നത് എന്നാളാണ്? യാക്കോബ് പണ്ട്, യാക്കോബ് എന്ന് പറയുന്നത് എബ്രഹാത്തിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിന് 2 മക്കൾ, ഇസഹാക്കിന് 2 മക്കൾ, യാക്കോബും ഏശാവും ചേട്ടൻ്റെ അപ്പം മരിക്കാൻ നേരത്ത്, അതായത് ഇസഹാക്ക് അതിൻ്റെ പ്രായമായ കാലത്ത് ഇസഹാക്ക് മകനെ, നീയല്ലേ ആദ്യജാതൻ, ഞാൻ നിന്നെ ബ്ലെസ് ചെയ്യാം, അപ്പോൾ ഗോത്രപരമായ ദൈവാനുഗ്രഹം നിനക്ക് കിട്ടും, നീ പോയി കാട്ടിൽ പോയി ഒരു മൃഗത്തെ പിടിച്ച് പാകം ചെയ്ത് കൊണ്ടുപോവാ, ഞാൻ ഭക്ഷിച്ച് സന്തോഷിച്ചിട്ട് നിന്നെ ആശീർവദിക്കാമെന്ന് പറയും. അത് കേട്ട റബേക്ക, യാക്കോബിൻ്റെ അമ്മ, യേശാവിന് അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി യേശാവിൻ്റെ ഉടുപ്പെടുത്തിട്ട് യാക്കോബിനെ ധരിപ്പിക്കും. എന്നിട്ട് വീട്ടിൽ നിന്നിരുന്ന് ആടിനെ കൊന്ന് പെട്ടെന്ന് യേശാവ് വരണമാകുമ്പോൾ തന്നെ യാക്കോബ് യേശാവിൻ്റെ ഉടുപ്പ് വിട്ട് ആടും ആട്ടിറച്ചിയും അതുപോലെ തന്നെ അപ്പവുമായിട്ട് കൊണ്ടുവന്ന് ഇസഹാക്കിന് മുമ്പ് വെക്കും. ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ യേശാവിൻ്റെ ഉടുപ്പ് മുഴുവൻ രോമവസ്ത്രമല്ലേ. അപ്പോൾ ഇസഹാക്ക് പറയും, ഇത് എൻ്റെ മകൻ യേശാവിൻ്റെ ഉടുപ്പാണിത്, വയലിലെ കർത്താവിൻ്റെ വയലിലെ മണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അന്ധനായിരുന്നു. അതുകൊണ്ടാണ് ഇവനെ പറ്റിച്ചത്. പക്ഷെ പറ്റിച്ച് യാക്കോബ് കടിഞ്ഞൂലവകാശം വാങ്ങിച്ചെടുത്തെങ്കിലും യാക്കോബ് മരിച്ച് 2000 കൊല്ലം കഴിയുമ്പോഴാണ് ഈശോ വരുന്നത്. ഈ 2000 കൊല്ലം കഴിഞ്ഞു അന്നത്തെ കാപട്യം ബ്രാൻഡ് ചെയ്യപ്പെടും. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കർത്താവിൻ്റെ അടുത്തൊക്കെ ഒരു കളി കളിച്ചാൽ തെച്ചാലും വായിച്ചാലും പോകത്തില്ല സ്ഥാനം. നാഥാന്യന് വരുമ്പോൾ കർത്താവ് പറയും, ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിൻ. പണ്ടൊരു കള്ളനുണ്ടായിരുന്നു യാക്കോബ്. യാക്കോബിൻ്റെ പേര് ഇസ്രായേലൻ തന്നെയാണ്. അതുകൊണ്ട് നാഥാനിയനെ പറയുമ്പോൾ ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേലിയൻ. ഇവര് കളങ്കമൊന്നുമില്ല, ഒരു കളങ്കിതൻ ഉണ്ടായിരുന്നെന്ന്. യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവൻ കളങ്കിതനാണെന്നുള്ള കാര്യം കർത്താവ് മറച്ചു വെക്കുന്നില്ല. ദിസ് ഈസ് ജീസസ്. നിങ്ങൾ ഉടമ്പടി എടുത്ത് കളങ്കിതരാകരുത്. അതാണ് ദാറ്റ്സ് മൈ പോയിൻറ്റ്. നിങ്ങൾ ഏതെങ്കിലും കണ്ണുകൊണ്ട് ഇരുട്ടുകൊണ്ട് വിട്ടടച്ചിട്ട് ഏതെങ്കിലും പകുതി ചെയ്യാതെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്നൊന്നും വിചാരിക്കരുത്. 10 കൊല്ലമല്ല 100 കൊല്ലം കഴിഞ്ഞാലും കർത്താവ് പറയും നിങ്ങൾ കളങ്കിതയാണെന്ന് പറയും. എന്തിനാ പ്രാർത്ഥിക്കുക? കർത്താവായ ദൈവമേ, ആത്മാവിലും സത്യത്തിലും അങ്ങയെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ദൈവസ്നേഹത്തിന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ വരം നൽകി അഭിഷേകിക്കണമേ. ശ്രദ്ധിക്കട്ടെ. കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ സത്യത്തിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ, ഇത് നമുക്കറിയാമല്ലോ, ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ലിഡിയ എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞ നഴ്സാണ്, കോട്ടയം ഡിസ്ട്രിക്റ്റാണ്. എന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യം നമ്മുടെ യൂട്യൂബിലുണ്ട്, നോക്കിയാൽ മതി. ഇത് വർക്കൗട്ട് ചെയ്തിരിക്കാൻ ലൈറ്റ്നിങ് സ്പീഡിലാണ്, മിന്നൽ വേഗത്തിലാണ്. എന്നുവെച്ചാൽ ഇവർക്ക് കുറേ നാളായിട്ട് ഇവർ പഠിച്ച് നേഴ്സിംഗ് കോഴ്സൊക്കെ പാസ്സായിട്ട് ഇവർ ഇംഗ്ലണ്ടിൽ പോകാൻ വേണ്ടി ഒരു അപേക്ഷയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇൻ്റർവ്യൂവിന് വിളിക്കണില്ല. കുറേ മാസമായിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കണില്ല അവരാ. അവസാനം അവർ ഉപേക്ഷിക്കാം, ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചവർ പ്രോജക്റ്റ് ഉപേക്ഷിക്കാം. അപ്പോഴാണ് ഇവർക്ക് ഉടമ്പടിയുടെ ലിങ്ക് കിട്ടുന്നത്. അവർ വിചാരിച്ച് ഉടമ്പടി എടുത്താൽ ചിലപ്പോഴാ മാതാവ് ഈ വിഷയത്തിന് മേൽ തീരുമാനമെടുക്കും. അപ്പോൾ അവർ വളരെ ആർത്തിയോടും സന്തോഷത്തോടും വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പുറത്തിറങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇൻ്റർവ്യൂവിനെ വിളിച്ച് വരാം. പെട്ടെന്ന് ലൈറ്റ്നിങ് സ്പീഡാണ്. അതായത് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാമല്ലോ നിങ്ങൾ ഉഴപ്പുക, മര്യാദയ്ക്ക് ചെയ്യുക എന്ന്. അതാണ് പ്രശ്നം. ദൈവം മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഉഴപ്പുമോ മര്യാദയ്ക്ക് ചെയ്യുമോ എന്നർത്ഥം. ചെയ്യണമെങ്കിൽ ദൈവസ്നേഹത്തോടെ ചെയ്യുക, അതാ ദൈവസ്നേഹത്തോടെ ചെയ്യത്തില്ലേ, അതെല്ലാം കർത്താവിനറിയാം. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്, നിങ്ങളുടെ ആത്മാവിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കർത്താവിൻ്റെ മേശപ്പുറത്താകും. അപ്പോൾ ഒരു ഫ്രോഡ് പരിപാടി നടക്കത്തില്ല. പക്ഷേ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടും കിട്ടും. അതുകൊണ്ട് എന്താണ്, ഇവിടെ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യുമെന്ന് കർത്താവ് മനസ്സിലായത് കാരണം ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇമെയിൽ മെസ്സേജ് വന്നു, യു ആർ കോൾഡ് ഫോർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു.
ഇവർക്ക് പകച്ചുപോയി എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിന് ഇവർ പ്രിപ്പയർ ആയിട്ടില്ല. ഇത് കിട്ടത്തില്ല, ജോലി പോയെന്നും പറഞ്ഞിരിക്കുകയല്ലേ. നമ്മുടെ നേഴ്സിംഗ് പ്രൊഫഷൻ തന്നെ വെള്ളത്തിലായെന്നും പറഞ്ഞങ്ങനെ എല്ലാ പ്രത്യാശയും കളഞ്ഞു കുളിച്ച് ഇരിക്കുക. പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തപ്പോൾ ഇവൾ ആപ്പടെ വല്ലാത്ത അവസ്ഥയായി. പക്ഷേ എന്നാലും ഇവൾ പറഞ്ഞ് ഉടമ്പടിയുടെ ഉറപ്പെന്നും പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ല അച്ഛാ എൻ്റെ കയ്യിൽ, വേറെ ഒന്നുമില്ല, ഉടമ്പടി എടുത്ത ഒരു ഉറപ്പ് മാത്രമാണ്. എത്ര മനുഷ്യരാണ് അങ്ങനെ പറയണത്? വേറെ ഒന്നും കയ്യിലില്ല, കാലണ കാശില്ല, ആരും തരാനുമില്ല. ആപ്പടിലെ ഉറപ്പ് എന്താണ്? ഉടമ്പടി എടുത്തതിൻ്റെ ഉറപ്പ് മാത്രം. അത് എടുത്തിരിക്കണൊക്കെ ഒരു 1.5 എടുപ്പാണ് എടുത്തിരിക്കണത്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പലരും എന്നെ വഴിക്കൊക്കെ വെച്ച് കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കാതെ പോകണം? എന്താണ് ഞാൻ നിങ്ങൾ ദൈവമായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലല്ലോ ആ സമയത്ത് തിരക്കിൽ. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ പറയും. കറക്റ്റ് ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണ്ടേ? ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കുടിയാൻ പറയും. ദൈവസ്നേഹം വേണം അത് കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യം അവിടെ ഇല്ല, എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാത്തവരാണ് പെട്ടെന്ന് അച്ഛനെ കണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി ഇടിച്ചു തല്ലി വരണത്. അപ്പോൾ നമുക്കത് ഡൗട്ടാണ്. പക്ഷേ എനിക്ക് രോഗികൾ ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ഡയാലിസിസ് രോഗിയൊക്കെ ഉണ്ട്. 10-20 പേരുണ്ടായിരുന്നു. ആ ഡയാലിസിസ് രോഗിയെ മാത്രം പ്രാർത്ഥിച്ചു. എന്താ കാര്യം? അവർ എമർജൻസിയിലുള്ളതാണ്, എമർജൻസി കേസ്. ആ കേസ് ഇപ്പോൾ എനിക്ക് എമർജൻസി കേസ് എടുക്കുമ്പോൾ എടുക്കും, വേറെ ഒന്നും ചോദിക്കത്തില്ല. അല്ല വേറെ വല്ലതുമാണെങ്കിൽ ഞാൻ പറഞ്ഞു ഉടമ്പടി റെഫ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ നമ്മുടെ മുമ്പിൽ സത്യസന്ധമായ ഇത്രയും വലിയൊരു ദൈവികമായ പദ്ധതി കിടക്കുമ്പോഴേ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തി കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ദൈവസ്നേഹമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരും കർത്താവിന് കാൽക്കാശ് ഗുണമില്ലാത്തവരാണ്, പേഴ്സണൽ പ്രവർത്തനം ചെയ്യാത്തവരാണ്. ദൈവത്തിന് വേണ്ടി പേഴ്സണൽ പ്രവർത്തനം ചെയ്യാത്തവരാ. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? ദൈവം എന്നെപ്പോൾ ഒരാളെ അഭിഷേകിച്ചിവിടെ നിർത്തിയതിന് ദൈവത്തിന് എന്തുമാത്രം മുടക്കാനുള്ളത്? അപ്പോൾ കൈ നനയാതെ ഒരു മനുഷ്യൻ ദൈവത്തെ അനുഭവിച്ചിട്ട് അവന് തോന്നിയ പോലെ ജീവിക്കാൻ ഞാൻ തന്നെ വിളക്ക് കാണിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ കാണത്തില്ല. ഞാൻ നിങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു, ഉടമ്പടി എടുത്ത് റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞു. കാര്യം ഇത് നമ്മൾ പറയുന്ന 6 കാര്യങ്ങളല്ല, ഉടമ്പടിയിൽ 6 കാര്യങ്ങളല്ല. നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളും നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ? ഇവർ പോയി ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ലിഡിയ പോയി ഇൻ്റർവ്യൂ ചെയ്ത് പിറ്റേ ദിവസം പേടിച്ചും തല്ലും വിറച്ചും വേർത്തുമൊക്കെയാണ്. ഇവിടെ ഇവർക്കൊന്നും അറിയത്തില്ല. നല്ല ടച്ച് വിട്ട് പോയിരിക്കുകയാണ് പ്രൊഫഷനോട്. അപ്പുറത്താണ് ഇരിക്കണമെങ്കിൽ സായിപ്പാണ് ഇരിക്കണത്. അയാൾ പറയണമെന്ന് ഇവർക്ക് മനസ്സിലാണില്ല, ഇവൾ പറയണമെന്ന് അയാൾക്ക് മനസ്സിലാണില്ല. അത് ഇൻ്റർവ്യൂ വിളിച്ചില്ലേ, അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് സീറോ മെരിറ്റാണ്. ഒരു മെരിറ്റും ഇല്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയത്തില്ലേ നോട്ട് ബൈ മെരിറ്റ് എന്ന് പറയത്തില്ലേ? അത് ഉടമ്പടി വചനമാണ്. നോട്ട് ബൈ മെരിറ്റ്. നിങ്ങളുടെ മെരിറ്റിലല്ല ഇത് വർക്ക് ചെയ്യണത്, നിങ്ങളുടെ സീറോ മെരിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണത്. പക്ഷേ ഇവിടെ ഉടമ്പടി ഡിസാസ്റ്റർസ് ദുരന്തമായി മാറി. കാര്യം സംസാരിക്കാൻ പറ്റണില്ല, അയാൾ പറഞ്ഞ ഇങ്ങോട്ട് മനസ്സിലാവില്ല, ഇവിടെ പറഞ്ഞ അങ്ങോട്ട് മനസ്സിലാവില്ല. ഉടമ്പടി കുളമായി, ശരിക്കും ഉടമ്പടിയല്ല, ഈ ഇൻ്റർവ്യൂ കുളമായി. പക്ഷേ ഇവളെല്ലാം തകർന്ന് തരിപ്പണമായി വിഷമിച്ചിരിക്കുമ്പോൾ രാത്രി ഈ സായിപ്പ് വിളിക്കും, യു ആർ സെലക്ടഡ് എന്ന് പറയും. ശ്രുതികടെ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 36:8 വാഗ്ദാനം അനുസ്മരിച്ച്. പ്രഭാഷകൻ 36:8 പറഞ്ഞ വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. കാലത്തെ തുരിപ്പിക്കുക എന്നുള്ളത് വാഗ്ദാനമാണ്. കാലത്തെ തുരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം. സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് 2 കൊരിന്ത്യർ 1:20 പറഞ്ഞില്ലേ? ഇപ്പം എന്താ പറയണത്? പ്രഭാഷകൻ എന്താ പറയണത്? 36:8 വാഗ്ദാനം അനുസരിച്ച് പറഞ്ഞ് വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ തുരിപ്പിക്കണമേ. അതാണ്, അതായത് സമയത്തെ ചുരുക്കണമെന്ന് അർത്ഥം. ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നതാണ്. ടൈം ഷോർട്ടണിങ് ഇവിടെ മാത്രമല്ല വന്നിരിക്കുന്നത്. അതായത് സങ്കീർത്തനം 81:13 ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 81-ാം സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എന്റെ കരം ഉയർത്തുമായിരുന്നു. വാക്ക് കേട്ടിരുന്നെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, അവൻ പറയണ പോലെ ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ അവൻ പറയണ പോലെ ചെയ്യുക, അതുപോലെ തന്നെ കവനൻ്റെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എന്ത് പറ്റുക? അതിവേഗം. നോക്കിയാൽ അതെ, ആ വാക്ക് ശരിയല്ലേ? അപ്പോൾ പ്രഭാഷകൻ്റെ സങ്കീർത്തനം 83:13 വായിച്ചേ, 81:13 വായിച്ചേ. 81:14 അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു. അതായത് വാക്ക് കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക,
ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഉടമ്പടി സിൽവർ ഗ്രേ ഇറങ്ങിയിട്ടുണ്ട്. സിൽവർ ഗ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ തിളങ്ങുന്ന കളറുള്ള പേപ്പറാണ് ഉടമ്പടി. അതെന്താ 4-ാം കൊല്ലമാണ് ഉടമ്പടി. ഉടമ്പടി ആൾക്കാർ 4-ാം കൊല്ലം ജീവിക്കുക. അവരുടെ അച്ഛനെ കാണാമെന്ന് ചോദിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ വേണ്ടെന്ന് പറയുമവർ. ഞങ്ങൾക്ക് ഉടമ്പടി ജീവിക്കുമ്പോൾ ദൈവം വേണ്ട കാര്യം ചെയ്യുന്നുണ്ട്, എമർജൻസി ഒന്നും ഇല്ലെന്ന്. അതാണ്. അപ്പോൾ ഉടമ്പടിയുടെ പച്ചപ്പേപ്പർ എടുത്തുകൊണ്ട് ഇതിന് ചുറ്റും മലമക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പച്ചക്കാണെന്ന് പറഞ്ഞ് ഒരു പരിപാടി ചെയ്തിട്ടില്ല. പത്രം അങ്ങോട്ട് വെച്ച പത്രം പോലും മറന്നു പോയിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അതായത് ഉടമ്പടി ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു തീരുമാനവും ഒരു ഇച്ഛാശക്തിയുമാണ്. അദ്ദേഹം പറയും, ഇസ്രായേൽ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അതിവേഗം അവരുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുമായിരുന്നു. എന്ത് ശത്രു ആയാലും നമുക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ ഓപ്പോസിറ്റായിട്ട് എതിരെ വരുന്ന എല്ലാ ശക്തികളെയും ദൈവം അതിവേഗമെന്നാണ്, അതിവേഗം. അപ്പോൾ ടൈം ഷോർട്ടണിങ് എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റാണത്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റനിങ് എന്ന സംഭവമുണ്ട്. ലൈറ്റ് വെയ്റ്റനിങ് ഇപ്പോൾ ഇവരുടെ ഈ സാക്ഷ്യം തന്നെ എടുത്താൽ മതി, അതിൻ്റെ അകത്ത് ലൈറ്റ് വെയ്റ്റനിങ് ഇല്ലേ. ഇപ്പോൾ അമ്മിണി സ്ത്രീൻ്റെ സാക്ഷ്യം എടുക്കാം. എന്താ കാര്യം? അതായത് ഇപ്പോൾ 14 ജില്ലകളിൽ പത്രം കൊണ്ടുപോയ ചേച്ചിയുടെ സാക്ഷ്യമില്ല, പാലക്കാട് കാര്യത്തിൽ. നമുക്ക് ഒരു 14 വീട്ടിൽ കൊണ്ടേ പത്രം കൊടുക്കാൻ പറ്റില്ല ചില ആൾക്കാർക്ക്, ഭാരമാണ് അവർക്ക്. ഇങ്ങനെ ഈ 14 ജില്ലകളിൽ 14 കെട്ട് പത്രം വെച്ച് 2-3 പാര് ഉടുപ്പ് എടുത്തുകൊണ്ട് ഓരോ ബസ്സൊക്കെ നടക്കുന്നത്. അവർ സിമ്പിളായിട്ട് ചെയ്യണത്, അവർക്ക് അഭിഷേകത്തിലാണത് ചെയ്യണത്, അഭിഷേകത്തിൽ ചെയ്യണം. അപ്പോൾ അവരുടെ ഭാരം കുറഞ്ഞ് പാരലഘുത്വം വരണത് ദൈവസേകം നിറയുമ്പോൾ അഭിഷേകത്തിലാണ് ചെയ്യണത്. 14 വീട്ടിൽ നമുക്ക് പത്രം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വാദപ്പനിക്കാരെ പോലെ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത്, അയ്യോ ആ വീട് കുറേ അകലെയാണല്ലോ, എങ്ങനെ പോകും, നാളെ പോയാൽ മതിയാന്നൊക്കെ പറഞ്ഞിട്ട് വാദപ്പനിക്കാർ അവിടെ എടുത്തിട്ടുണ്ടല്ലോ. അതേ സംഭവം. പക്ഷേ ഇത് 14 ജില്ലകളിൽ പോകണേ. 14 ജില്ലകളിൽ പുഷ്പം പോലെ ബസ്സിൽ കയറി അടുത്ത ബസ്സിൽ കയറി അവിടെ കൊടുത്ത് ഇടുക്കിയിൽ നിന്ന് മലപ്പുറത്ത് വന്ന് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വന്ന് എന്തൊരു കൊടുപ്പാൽ കൊടുത്ത് കളഞ്ഞത്. അതെന്താണ്? ഭയങ്കര ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റിൽ അഭിഷേകമാണ്. എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറഞ്ഞില്ലേ. ദൈവം ഉടമ്പടിയുടെ ഭാരങ്ങൾ ലഘുവായിട്ട് തോന്നുന്ന സ്ഥലത്ത് ഉടമ്പടി അഭിഷേകമായിട്ട് മാറും.